നമുക്ക് ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ എല്ലാ അവകാശത്തിനായിരുന്നു സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാപ്പൻ ഫസ്റ്റ് ജോസഫ് വർഗീസ്, ലിസി ആൻറ്റി, ഈ സഭയിലെ എല്ലാ പ്രിയ രാജു അങ്കിൾ, കടന്നുപോയ കർത്താവിൻ്റെ ദാസനിവിടെ ആയിരിക്കുന്ന ആൻറ്റിമാർ, പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കാൻ ദൈവമിടയാക്കി. എൻ്റെ മൂത്ത ബ്രദറിനും രാം ചേച്ചിക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവമിടയാക്കിയല്ലോ. നമുക്കിപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ദൈവം നൽകി തന്നു. നമ്മൾ വളരെ ചുരുക്കം പേരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നാം വളരെ ചെറുതായിട്ട് കണ്ടിട്ട് നമ്മൾ അതിൽ തൃപ്തിപ്പെടാതിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പല നിലകളിൽ ഇരിപ്പാൻ്റെ കൊണ്ട് ദൈവം എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സമൃദ്ധിയിൽ ഇരിപ്പാൻ അറിയാം, താഴ്ചയിൽ ഇരിപ്പാൻ അറിയാം. പല കാര്യങ്ങളും ദൈവം നമ്മെ പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ദൈവം പലതും നമ്മെ പഠിപ്പിക്കും. ഒരു പ്രാവശ്യം നാട്ടിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ ഒരു ദേവദാസൻ വളരെ ദൂരെയുള്ള ഭാഗത്തുള്ളൊരു അദ്ദേഹം എഴുന്നേറ്റ് വന്നൊരു വാക്കിനെ ടച്ച് ചെയ്യേണ്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ ചെറിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഒരു പാസ്റ്ററായിട്ട് ഇരിക്കുന്നതിനേക്കാട്ടിൽ നല്ലതാണ് വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു മെമ്പറായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആ വാക്ക് എൻ്റെ ഉള്ളിൽ എന്നെ ചിന്തിപ്പിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പല ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വെച്ചാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതാണെങ്കിലും ദൈവം നമ്മെക്കുറിച്ച് കാണുന്ന പദ്ധതികൾ വളരെ വലുതാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ദീർപ്പിക്കാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. 1 Corinthians chapter 3 verse 16. ആമേൻ. മതി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഡ്വെൽസ് ഇൻ യു. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്കൊരു ദൈവ സാന്നിധ്യത്തിനായിട്ട് നാം ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം തിരിച്ചറിയാനിടയാക്കണം. ദൈവദൂതന്മാർ നമ്മുടെ മധ്യത്തിലൂടെ ഉലാത്തെന്ന് തിരിച്ചറിയുവാനിടയാകണം. 7 നിലവിളക്കുള്ള മധ്യത്തിൽ കൂടി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ ഉലാത്തുകയാണ്. ഹല്ലേലൂയ. നമ്മളുള്ള യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ചെഴുന്നേൽക്കുവാനിടയാകണം. പടകിൽ ഉറങ്ങുന്ന നാഥൻ ഉണരുവാനിടയാകണം. ഹോ ഹല്ലേലൂയ. കാറ്റും കടലും കണ്ട് ഭയപ്പെടുവാനല്ല, ഭയപ്പെട്ടിട്ട് നാഥനെ വിളിക്കുന്നതിന് മുമ്പായി, ഭയമുള്ള കാര്യങ്ങൾ, നിരാശകൾ കടന്നു വരുന്നതിന് മുമ്പായി ദൈവ സാന്നിധ്യത്തെ ഉണർത്തുവാനിടയാകട്ടെ. ആ മരത്ത് നാഥൻ ഉണ്ടെന്നുള്ള സത്യമാണ്, എന്നാൽ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ എന്ന് പറയുന്നതിനേക്കാൾ അതിന് മുമ്പായിട്ട് ഹല്ലേലൂയ യേശുവിന് ഉണർന്നിരിപ്പാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യത്തെ ജീവിപ്പിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന നമ്മുടെ ആദരങ്ങൾ ഉയരുവാനിടയാകട്ടെ. എല്ലാവരുടെ ആദരങ്ങൾ തുറക്കുവാനിടയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു പ്രോഫറ്റിക് സോങ്ങിന്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് സോങ് ആണ്. ഹല്ലേലൂയ. Come alive in the name of Jesus. Come alive in the name of Jesus. This is a house of miracles. Oh, come alive in the name of Jesus. Come alive in the name of Jesus. This is a house of miracles. We bring everything to the feet of Jesus. Everything in the name of Jesus. This is a house of miracles. Hallelujah. ഈ ചർച്ചിന് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് മിറാക്കുലസ് ലൈറ്റ് വർഷിപ്പ് സെന്റർ എന്നുള്ളതാണ്. If that is true, let it be alive. Praise God. ഇന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ജീവിക്കുന്ന സാന്നിധ്യം ഇവിടെ പലരും ആത്മശക്തിയാൽ ഇന്ന് ഹല്ലേലൂയ എഴുന്നേൽക്കുവാനിടയാകും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആരും ഇവിടെ ഒരു വ്യക്തി പോലും, ഇവനിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇവിടെ കടന്നു വന്ന പോലെ എഴുന്നേറ്റ് പോകത്തില്ല. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. Come alive in the name of Jesus. This is a house of worship. This is a house of praise.
where every demon tremble in your presence. പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ മധ്യത്തിൽ ഉലാത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. എന്നാൽ പിശാച് അറിയുകയാണ്. പിശാച് അറിയുക മാത്രമല്ല, വിറയ്ക്കുകയും ചെയ്യുകയാണ്. നാം ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങുമ്പോൾ, നാം ദൈവവചനം ശുശ്രൂഷിപ്പാൻ തുടങ്ങുമ്പോൾ, അത് കേൾക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കൾ മാത്രമല്ല, അധികാരികൾ, വാഴ്ചകൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, ദുഷ്ടാത്മ സേനയൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. നാം എന്താണ് പറയുന്നത് കേൾക്കുവാൻ. അവരിവിടെ നിന്ന് വിറയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ വിലയറിയാതെ നാം പലപ്പോഴും ഭാരത്തെ, നിരാശയൊക്കെ നോക്കി നെടുവീർപ്പിട്ട് ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ ഇന്ന് ആത്മാവിൽ പലതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേൽക്കുവാനിടയാകട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, അവിടുത്തെ സ്ഥാനത്തിനാണ് സ്തോത്രം. പ്രിയ കർത്താവേ, ഇന്ന് അവിടുന്ന് ഇവിടെ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആഘോഷിക്കും. കർത്താവേ, എളിയവനിന്ന് വചനം വിതയ്ക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ദൈവജനത്തെ മാത്രമല്ല, വരുവാനിരിക്കുന്ന മക്കളെ കുറിച്ച്, ഇവിടെ കടന്നു വരുവാനുള്ള ദൈവമക്കളെ കുറിച്ച് എല്ലാവരെയും കണ്ടുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ ദൂതുകൾ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെയുള്ള ദൈവസാന്നിധ്യത്തിനാണ് സ്തോത്രം. ദൈവദൂതന്മാരോട് ഉലാത്തട്ടെ. ദൈവജനം ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ ആത്മാവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിപ്പാനിടയായി തീർന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നമ്മോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചേ. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നില്ലെന്നും അറിയുന്നില്ലേ? ഇത് ഓരോ മിനിറ്റിലും ഒന്ന് ചോദിക്കാൻ പറ്റിയ എളുപ്പമാണ് കേട്ടോ. നാം തകർന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോഴും ഈ ചോദ്യം ഒന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എന്തുകൊണ്ടാണ് നമ്മെ ദൈവത്തിന്റെ മന്ദിരമായിട്ട് വേണ്ടിയത്? ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ വേറൊരു ഇടവുമില്ലേ? നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി താമസിക്കാൻ വഴിയാഞ്ഞിട്ടാണോ? സകലവും സൃഷ്ടിച്ച ദൈവത്തിന് ഏറ്റവും മനോഹരമായ ഹല്ലേലൂയ ആലയങ്ങൾ നിർമ്മിച്ചിട്ട് അവിടെ വസിപ്പാൻ കഴിയാഞ്ഞിട്ടാണോ? ജഡത്തിൽ ബലഹീന ശരീരമുള്ള, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകളൊക്കെ വരുന്ന, വേദനകൾ വരുന്ന, പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ബലഹീന മനുഷ്യന്റെ ഉള്ളിൽ വസിക്കാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വാസസ്ഥലം ദൈവം ആഗ്രഹിക്കുന്നു? അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നിട്ടുണ്ടോ? ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അതിൽ ജീവിപ്പാനായിട്ട് നമുക്ക് എപ്പോഴും കഴിയാറില്ല. അത് ഈ ശരീരത്തിന്റെ ഒരു ബലഹീനതയാണ്. താഴ്ചയുള്ള ശരീരത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു ഫോളൻ വേൾഡിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അതൊന്ന് തിരിച്ചറിയാനിടയാകട്ടെ. തിരിച്ചറിയുക മാത്രമല്ല, ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത് ഹൃദയത്തിൽ എഴുതുവാനിടയാകട്ടെ. നാം പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത നാം ആത്മാവിൽ ആരാധിപ്പാൻ തക്കവണ്ണം സമയം വേർതിരിക്കുക, അപ്രകാരം ആത്മാവിൽ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? എന്തുകൊണ്ട് നാം ആത്മാവിൽ ആരാധിക്കുന്നു? ദൈവത്തിന്റെ വചനം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ എനിക്ക് 4-ാം അധ്യായത്തിൽ യേശു ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഗാഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ദോസ് ഹു വർഷിപ്പ് ഹിം മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നതിന് ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലും എന്തുകൊണ്ട് നമസ്കരിക്കണം? ആത്മാവിൽ എന്തുകൊണ്ട് ആരാധിക്കണം? നമ്മുടെ ദൈവം ആത്മാവാകുന്നു. ആത്മാവിന് ശരീരമുണ്ടോ? ആത്മാവിന്റെ ശരീരം വസിക്കേണ്ട ഇടമാണ് ഞാനും നിങ്ങളും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിപ്പാൻ നാം ഇടം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മിൽ വസിക്കേണ്ട ദൈവ സാന്നിധ്യം വാസസ്ഥലമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരും. ഒരു ഹോംലെസ് ആയ വ്യക്തി എങ്ങനെ നടക്കുന്നു, അതുപോലെ നാം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ, ഇരിക്കാൻ, നിയന്ത്രിക്കാൻ, ഹല്ലേലൂയ, സ്വതന്ത്രമായി ചിന്തിക്കാൻ, നമ്മെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം നാം സാഹചര്യം അനുവദിച്ചു കൊടുക്കാത്രത്തോളം കാലം നമ്മിൽ വസിക്കേണ്ട ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുള്ള ബന്ധത്തിൽ അനാഥത്വം അനുഭവിക്കേണ്ടി വരും. നിരാശ നമ്മെ ഹല്ലേലൂയ ഭരിക്കുമ്പോൾ
ദൈവത്തിന്റെ ആത്മാവിനോട് വസിപ്പാൻ ഇടമില്ല. ഭാരം നമ്മെ അലട്ടുമ്പോൾ, സാഹചര്യങ്ങളെ നോക്കി, ഇല്ലായ്മകളെ നോക്കി, ഇപ്പോഴുള്ള സർക്കംസ്റ്റാൻസസിനെ നോക്കി നാം നിരാശപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന് അവിടെ ഇടം കൊടുക്കാതെ നാം മറ്റു പലതിനും അവിടെ ഇടം കൊടുക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ചിന്തിക്കുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കി. എന്നാൽ മറിച്ച് ഈ ചിന്തകളെല്ലാം പുറത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവിന് വാസസ്ഥലമായി നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിനെ, നമ്മുടെ എല്ലാത്തിനെയും കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവം വസിക്കുക. ദൈവം വസിക്കുമ്പോൾ നാം നടക്കുന്ന ഇടത്ത് ദൈവം കടന്നു ചെല്ലുകയാണ്. നാം ചലിക്കുന്ന ഇടത്ത്, നാം കാല് ചവിട്ടുന്ന ഇടത്ത് നാം അല്ല കടന്നു ചെല്ലുന്നത്, ദൈവമാണ് കടന്നു ചെല്ലുന്നത്. പൗലോസ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഇതാ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ആത്മീയ ജീവിതം. നാം ക്രൂശിന്മേൽ കിടക്കുകയാണ്. നാം അനുഭവിക്കുന്ന ഈ മരുഭൂമി, ഈ പ്രതിസന്ധി, ആർക്കുമില്ലാത്ത വേദന, ഹല്ലേലൂയ, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നാം ഊരാക്കുടുക്കിലായിരിക്കുന്നത് പോലെ, ബന്ധനത്തിലായിരിക്കുന്ന പോലെ സാഹചര്യം, നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന തള്ളിക്കളഞ്ഞ് നിൽക്കുന്ന അനുഭവം, കാണേണ്ടവർ കണ്ണുമാറ്റി മുഖം മറച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം എൻ്റെ ക്രൂശാണ്. കർത്താവിന്റെ ക്രൂശിനോട് എന്നെ ചേർത്ത് വെക്കുന്ന ആണികളാണ് ഇതോരോന്നും. ആണികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ദൈവത്തിന്റെ ദാസനെ, ദൈവവേദലെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി വലുതാണ്. നീ അത്രമാത്രം കർത്താവിനോട് ചേർന്നിരിക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ ആണികൾ, മുള്ളുകൾ കൂടുതലാണോ, നീ അത്രമാത്രം ആഴത്തിൽ കർത്താവുമായിട്ട് ചേർന്നിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിന് അതെല്ലാം അപമാനമായിട്ടാണ് തോന്നുന്നത്. ലോകത്തിന് നിന്നെക്കുറിച്ച് അതെല്ലാം നിന്നയായിട്ടാണ് തോന്നുന്നത്. നീ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയവനും ഏറ്റവും മാന്യനുമാണ്. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ വസിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നിന്നിൽ വസിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസാന്നിധ്യത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ടെമ്പിൾ ഓഫ് ഗാഡ് എന്താണ്? ദൈവത്തിന്റെ ആലയം. നമ്മുടെ ഈ ബിൽഡിംഗ് ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന നമ്മുടെ സമയത്തേക്ക് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് ആരാധിക്കുന്നു. ഇതിനെ നാം ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഇടം മന്ദിരമെന്ന് പറയുന്നു. എന്നാൽ ദൈവം നോക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളുടെ ഹല്ലേലൂയ ഹൃദയം, മനസ്സ്, അതിൽ വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ ക്രമീകരിച്ചാൽ, ഇപ്പോഴൊക്കെ സ്റ്റേജുകളൊക്കെ ഏറ്റവും അലങ്കരിക്കാൻ തക്കവണ്ണമാണ് കൂട്ടങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ലൈവ് സ്ട്രീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും മനോഹരമായി തീരണം. ഇപ്പോൾ സ്വതവേ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ വലിയ നല്ല ദൈവ സാന്നിധ്യമൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരികയാണ്. എന്നാൽ ഇന്ന് ദൈവം വസിക്കുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയങ്ങളിൽ, നാം ആകുന്ന മന്ദിരത്തിൽ, അവിടുത്തെ വാസസ്ഥലത്തിന് വേണ്ടി നാം എത്രമാത്രം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരുക്കാൻ കഴിയും? എങ്ങനെ ഒരു ദൈവാലയത്തെ അലങ്കരിപ്പാൻ കഴിയും? ദൈവത്തിന് എന്തൊക്കെയാണ് ഭൂഷണമായി തീർന്നത്? ദൈവത്തിന് ഹല്ലേലൂയ ഏതൊക്കെ കാര്യങ്ങൾ അലങ്കരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവിടെ ക്രമീകരിപ്പാനായിട്ട് നമുക്ക് കഴിയും? അതിനെക്കുറിച്ചൊക്കെ ചിന്തിപ്പാനായിട്ട് തീരട്ടെ. എങ്ങനെ എൻ്റെ ഉള്ളിൽ കൂടുതൽ ദൈവ സാന്നിധ്യത്തെ ഞാൻ വഹിപ്പാനായിട്ട് ആഗ്രഹിക്കും? കർത്താവിന് എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പൂർണ്ണതയിൽ 100% നമ്മിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് ഗാഡ് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ്. ആത്മാവിന് ശരീരമില്ല. ആത്മാവിന് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയും. നമ്മുടെ കർത്താവ്, നാം ഓരോരുത്തരും പലപ്പോഴും പ്രതിസന്ധിയുടെ ആഴത്തിലായിരിക്കുമ്പോൾ, ഒരുപക്ഷെ രോഗത്തിൽ കൂടിയോ ആർക്കും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ നാം ഒരുപക്ഷെ ചിന്തിക്കും, കർത്താവ് ഫിസിക്കലി ഈ ലോകത്തിലായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാനൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രതിസന്ധി എനിക്ക് നേരിട്ട് പോയി കർത്താവിനോട് പറയാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ യെരുശലേമിൽ ആ ഭാഗത്തെങ്ങാനും കർത്താവിനെ കാണുന്ന ആ ദൂരത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് കർത്താവിനോട് പറയാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ, അതിനെക്കാട്ടിൽ വലിയൊരു പ്രവേശനമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിനെക്കാട്ടിൽ ഒരു ആക്സസ് ആണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട്? ഇന്ന് കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇന്ന് കർത്താവ് ഇരിക്കുന്നത്, കർത്താവ് ഇപ്പോഴെങ്ങനെയായിരിക്കുന്നത്? തൻ്റെ ആത്മാവാകുന്ന ആ ഒരു അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. തെളിവുണ്ടോ? 2 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ.
2 Corinthians 3:16. മോശ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതെ, എൻ്റെ 17-ാം ഭാഗത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കാണുന്നത്. Now the Lord is the Spirit. ഇപ്പോൾ കർത്താവ് എങ്ങനെയായിരിക്കുന്നു? ആത്മാവിൽ യേശുവിനെ അറിയാമോ? യേശുവിനെ കുറിച്ച് അറിയാം, യേശുവിനെ കുറിച്ച് ബൈബിൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്, ചിന്തകളുണ്ട്. എന്നാൽ ആത്മാവുള്ള യേശുവിനെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനെ തിരിച്ചൊന്ന് ചിന്തിച്ചേ. കർത്താവിൻ്റെ ആത്മാവില്ലാത്തടത്ത് സ്വാതന്ത്ര്യമില്ല. ഒറ്റ വാക്കി പറഞ്ഞ ബന്ധനമുണ്ട്, അല്ലേ? കർത്താവിൻ്റെ ആത്മാവ് ഇല്ലാത്തടത്ത് ബന്ധനമുണ്ട്. ഇപ്പൊ ബന്ധനം മാറാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആത്മാവിനെ ക്ഷണിക്കണം. കർത്താവിൻ്റെ ആത്മാവിനെ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, ശരീരത്തിലേക്ക് ക്ഷണിക്കുക. ജീവിതത്തിൻ്റെ ബിസിനസ് മണ്ഡലങ്ങൾ തകർച്ചകൾ അനുഭവിക്കുമ്പോൾ, ബന്ധനങ്ങൾ അനുഭവിക്കുമ്പോൾ, വളരെ അസൂയകളും തകർച്ചകളും ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം ഒരു തരത്തിൽ മുന്നോട്ട് ഉയർന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ കണ്ട് അസൂയപ്പെടുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. രക്തബന്ധങ്ങളായിരിക്കാം, ആരുമായിരിക്കാം, അവരെയൊക്കെ പിശാച് കയ്യിലെടുക്കും. ഇങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ ബന്ധനമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ എപ്പോഴും വഹിക്കുന്നവരായിരിക്കണം. അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കണ്ണാടി പോലെ എങ്ങനെ ഒരു വ്യക്തിയുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നുവോ അതുപോലെ നമ്മെ കാണുന്നവർ നമ്മുടെ മുമ്പിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ കാണുവാനിടയാകണം. യേശുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് നാം ഒരു കണ്ണാടിയാണെങ്കിൽ അതിനകത്തൂടെ പിക്ചറിനെ കാണിക്കുന്ന പോലെയല്ല. ആത്മാവുള്ള യേശുവിനെ നിനക്ക് കാണാം, നിനക്ക് അനുഭവിക്കാം. മറ്റൊരു വ്യക്തിക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ, നീ പ്രവർത്തിക്കുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ അവരനുഭവിക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്, മറിച്ച് സ്വാതന്ത്ര്യമാണ്. യേശുവിനെ ആത്മാവിൽ ക്യാരി ചെയ്യുന്ന നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ അന്ധകാര ശക്തികൾ തകർന്നു വീഴുവാനിടയാകും. അവിടെ നിരാശകൾ വഴിമാറിപ്പോകുവാനിടയാകും. അവിടെ മാനസിക പിരിമുറുക്കങ്ങൾ മാറിപ്പോകുവാനിടയാകും. ഇന്ന് പകൽക്കാലം മിറാക്കുലസ് ലൈറ്റ് വർഷിപ്പ് സെന്ററിൽ ദൈവത്തിന്റെ ആത്മാവ് സ്വതന്ത്രമായിട്ടൊന്ന് ചലിക്കാനിടയാകട്ടെ. ഒരു പക്ഷെ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാകാം. ഒത്തിരി പേർ നിങ്ങളുടെ കൂടെ ആരാധിപ്പാനില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അന്നത്തെ വലിയ കൂട്ടത്തിന്റെ മധ്യത്തിൽ 120 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം. ഇന്നൊരു 120 പേരുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്, സന്തോഷമാണ്. എന്നാൽ ദൈവത്തിന്റെ പൈതലെ ആയിരങ്ങളെ, പതിനായിരങ്ങളെ കർത്താവിലേക്ക് വിളിക്കാൻ ഹല്ലേലൂയ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 120 പേരിൽ നീ സംതൃപ്തനാകരുത്. നിന്റെ വിളി വലുതാണെങ്കിൽ, നിന്റെ ദർശനം വലുതാണെങ്കിൽ അതിനനുസരിച്ച് നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ വിസ്താരമാക്കുവാനിടയാകട്ടെ. ആത്മാവിൽ നാം ചലിക്കാൻ തുടങ്ങുമ്പോൾ നാം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഹല്ലേലൂയ ആകർഷണീയതയുണ്ട്. ഒരു കാന്തം ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് ഇരുമ്പ് ഓടിയെത്തുന്നത് പോലെ ഒരു പക്ഷേ ഒരു പേപ്പർ വന്നൊന്നും വരത്തില്ല. ഹല്ലേലൂയ. ഒരു പുല്ല് കാന്തം വെച്ചാൽ ആകർഷിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ട്യൂൺ ചെയ്ത വ്യക്തികൾ കടന്നു വരാനിടയാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പൺ ആണെങ്കിൽ, അതിന് ഹല്ലേലൂയ ആകർഷിപ്പാൻ കഴിയാവുന്ന അടുത്താണെങ്കിൽ അവിടെ ആകർഷിപ്പാനിടയാകും. ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ മിറാക്കുലസ് ലൈറ്റ് വർഷിപ്പ് സെന്ററിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യധികമായിട്ട് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ പ്രവർത്തനം തുടങ്ങുവാനിടയാകട്ടെ. ഇത് ശക്തമായിട്ടിവിടെ വ്യാപരിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ആരും വിളിക്കാതെ, ഒരു വ്യക്തി പോലും വിളിക്കാതെ ഹല്ലേലൂയ ആത്മാക്കളുടെ വിടുതൽ ഇവിടെ നടക്കുവാനിടയാകട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. യുവാക്കന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. യങ്സ്റ്റേഴ്സിന് വേണ്ടി കരയുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടാകട്ടെ. ആത്മഭാരത്തോടെ കരയട്ടെ. ചില യുവാക്കന്മാരെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്.
ഓ രാമാനാദരബ ശംബ്രമാനിയ റഖാനാദരബ റേഖേരിയമ സന്തുരിയബ. ഈ ആരാധനയുടെ ഹല്ലേലൂയ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ചില യുവാക്കന്മാരെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരികയാണ്. ദൈവാത്മാവ് ചില പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഹല്ലേലൂയ ഭാവി കാലം നോക്കി പുഞ്ചിരിയിട്ടുകൊള്ളുക. നിരാശകളുടെ രട്ടിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റട്ടെ. അലങ്കാരത്തിന്റെ റാഖാനാദരബ വെണ്ണീരിന് പകരം അലങ്കാരത്തിന്റെ മാലയെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ ദിവസങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാൻ തക്കോണം ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അദൃശ്യമാണ്. പലപ്പോഴും ആത്മാവിന്റെ പ്രവൃത്തികൾ അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഹോളി സ്പിരിറ്റ് എന്താണ്? ഹോളി സ്പിരിറ്റ് എന്താണ്? ഹോളി സ്പിരിറ്റിന്റെ ആവശ്യം കഥാവ് ആത്മാവാകുന്നത് കൊണ്ട് ആ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യത്തെ നമ്മൾ നൽകിയിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ആത്മാവാകുന്ന യേശുവിന്റെ ആത്മീയ സാന്നിധ്യം നമ്മിൽ വന്ന് നിറയുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ വിവിധ തലങ്ങളുണ്ട്. ഈ ആത്മാവ് ഒരു വ്യക്തിയാകുന്നു, അല്ലെ? പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ടോ പ്രാവിന്റെ രൂപത്തിലോ പ്രാവിനെ ഉപമിച്ചോ തീയെ ഉപമിച്ചോ അങ്ങനെയൊക്കെ നാം പഠിക്കാറുണ്ട്. എന്നാൽ ഇന്നൊരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഡു യു നോ ഹോളി സ്പിരിറ്റ് ആസ് എ പേഴ്സൺ? ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹോളി സ്പിരിറ്റ്? എനിക്കൊരാളെ വ്യക്തിപരമായി പരിചയമുണ്ടെന്ന് പറയാറില്ലേ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവിനെ പരിചയമുണ്ടോ? വ്യക്തിപരമായി പരിചയമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നേ. ഡു യു ഹാവ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ജീസസ്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ഭാരങ്ങൾ അങ്ങോട്ട് പങ്കുവെക്കാൻ തുടങ്ങും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ കേൾക്കുവാനിടയായിത്തീരും, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തെ വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വേറെ ആർക്കും വേണ്ടായിരിക്കും. നിങ്ങൾ ഒത്തിരി പേര് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവിന് നിങ്ങളെ വേണം. കർത്താവിന് വേണം. കർത്താവിന് ആവശ്യമുള്ളവർ ഈ ദിവസങ്ങളൊന്ന് അഴിഞ്ഞു പുറത്തു വരുവാനിടയാകട്ടെ. നാം എല്ലാവരും അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അധികാരം, ആത്മാവുള്ള അധികാരം എങ്ങനെ? ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇന്നലെ മുതൽ പാപ്പൻ്റെ വീട്ടിൽ, ദാസിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഹൂസ്റ്റണിൽ വന്നു, അല്ല ഡാളസിൽ വന്നു, അമ്മച്ചയെ കാണാൻ വേണ്ടി ഞങ്ങൾ കടന്നു വന്നു. ഞാനിപ്പം പവനെ വിളിച്ചിട്ട് ഇപ്പം അവൻ ഫോൺ ആൻസർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വരാൻ താല്പര്യം കാണിക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പക്ഷേ വേറെ എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത് പോകുമായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പാപ്പൻ്റെ ഭവനത്തിലേക്ക് ആക്സസ് ഇല്ല, പ്രവേശനമില്ല. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണം താല്പര്യമുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അതിന് ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ നിരാശകൾ, നമ്മുടെ ജോലിയുടെ ഭാരങ്ങൾ, കുടുംബത്തിൻ്റെ അടുത്ത കാര്യങ്ങൾ, തലമുറകളെക്കുറിച്ച് ഉത്കണ്ഠകൾ, ഇതിനെല്ലാം ചിന്തിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ബിസിയാണ്. നമ്മുടെ തലച്ചോറ് ഒരു ഫ്രീ ടൈം ഇല്ല കർത്താവിന് ഇടപെടാൻ. പരിശുദ്ധാത്മാവിന് അങ്ങനെ റൂം കൊടുക്കാതിരുന്നാൽ ദർ ഈസ് നോ ആക്സസ്. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ ബിസിയാണ്. ഇന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യാമോ കർത്താവിന് വേണ്ടി? ഒന്ന് ഏൽപ്പിച്ചോട്. നമ്മൾ ഉപവാസമായിരിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഈ ലോകത്തിൻ്റെ തിരക്കുകളെല്ലാം മാറട്ടെ, എനിക്ക് ഫുൾ അറ്റൻഷൻ കർത്താവിന് കൊടുക്കണം. അങ്ങനെ ഒന്നും ഇരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനത്തെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിന് താമസിക്കാൻ ഇടമേ ഇല്ല. അവർക്ക് ദൈവവചനമൊക്കെ കേൾക്കാം, പ്രസംഗത്തിൻ്റെ ആഴങ്ങളൊക്കെ കേൾക്കും, വേണമെങ്കിൽ നല്ല രീതിയിൽ പ്രസംഗമൊക്കെ ചെയ്യും. പക്ഷെ കർത്താവുമായിട്ട് വ്യക്തിപരമായി ബന്ധമില്ല. കർത്താവിനെ അറിയാം, ആത്മാവുള്ള യേശുവിനെ അറിയത്തില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല യേശുവായിട്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര് പെന്തക്കോസ്റ്റ് ചർച്ചകൾ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര് പെന്തക്കോസ്റ്റ് ചർച്ചകളെ നയിക്കുന്നുണ്ട്, ദൈവദാസന്മാരായിട്ട് പോലും ഇരിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തിയായിട്ട് തീരാൻ ഇടയാകരുത്. അങ്ങനെ ഒരു ശാപയോഗ്യനായി തീരാൻ ആർക്കും ഇടവരരുത്. അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പാർഷ്യൽ ആക്സസ്, ഭാഗികമായിട്ട് പരിശുദ്ധാത്മാവിന് പ്രവേശനം കൊടുക്കുക. ഒരുപക്ഷെ നാം അന്യഭാഷയിൽ ആരാധിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരിക്കാം, ദൈവിക രോഗശാന്തി കൃപാവരങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടായിരിക്കാം.
എന്നാൽ പൂർണ്ണ അധികാരം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നില്ല. എല്ലാ തീരുമാനങ്ങളും, ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുന്നില്ല. എന്താണ് പാർഷ്യൽ ആക്സസ്? പരിചയമുണ്ട് പരിശുദ്ധാത്മാവിനെ, പേഴ്സണൽ experience and relationship with the Holy Spirit, but I am not giving complete freedom. പൂർണ്ണ കർത്തൃത്വം പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ആത്മാവാകുന്ന യേശുവിന് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിട്ടുകൊടുത്ത പലരെയും കർത്താവിന്റെ വചനത്തിൽ കാണുവാൻ കഴിയും. ഫുൾ ആക്സസ്. അപ്പൊ 3 ഓപ്ഷൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നോ ആക്സസ്, പാർഷ്യൽ ആക്സസ്, ഫുൾ ആക്സസ്. അപ്പൊ പരിശുദ്ധാത്മാവിന് എങ്ങനെയുള്ള പ്രവേശനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നതെന്ന് അനുസരിച്ചാണ് നാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്നത്. 100 പേര് ഫലം കായ്ക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? 100 പേര് പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളാകുന്ന ജീവിതത്തിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പാർഷ്യൽ ആക്സസ് ആണ്. ഞാനിപ്പോൾ പാസ്റ്ററിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങളിലും എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. അതിൻ്റെ ഒരു അടുത്ത തലത്തിൽ ഇപ്പോൾ അവിടെ ചെല്ലുമ്പം കർത്താവിൻ്റെ ദാസൻ പറയുക, ജീവനോട് എന്തോ വേണേലും ചെയ്തു, എന്താ കാര്യങ്ങൾ ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞ് തരുന്ന ഒരു അനുഭവം ഉണ്ട് അല്ലേ? അങ്ങനൊന്നും കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിങ്ങളെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. ആത്മാവുള്ള യേശുവാണ് നിങ്ങളോട് കൂടെ വസിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ യേശു നിങ്ങളോട്, അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലാത്തതിലേക്ക് പോകുമ്പോൾ നിങ്ങളെ അലേർട്ട് ചെയ്ത് കർത്താവിലേക്ക് മടക്കിക്കൊണ്ടുവരിക. പിശാച് നിരാശയുടെ ചിന്തകൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ ദൈവാത്മാവിന്റെ വചനങ്ങൾ ഉള്ളിൽ ഓർമ്മയിലെടുത്തിട്ട് അവിടെ ബലപ്പെടുകയാണ്. സന്തുഷ്ടമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ്. പിശാചിന്റെ പലപ്പോഴുമുള്ള പോരാട്ടം സന്തോഷമുള്ള ഒരു ഹൃദയം നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഈ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള സകല ബന്ധനങ്ങളെയും തകർക്കുവാനിടയാകട്ടെ. ആത്മാവുള്ള യേശുവിനെ അറിയുവാനിടയാകട്ടെ. ദൈവമക്കളെ, സ്തേഫാനോസ് താൻ കല്ലേറ് കൊള്ളുമ്പോൾ ആത്മപൂർണനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനിടയായി തീർന്നു. തനിക്ക് ആത്മാവിലാകുവാനുള്ള ഒട്ടും സാഹചര്യമല്ല അവിടെ. താൻ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി പ്രവർത്തിച്ചപ്പോൾ, കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കല്ലേറ് കൊണ്ടോണ്ടിരിക്കുമ്പോൾ ആത്മപൂർണനായി നിനക്കെതിരെ വാക്കുകളുടെ ശരങ്ങൾ വരുമ്പോൾ ആത്മപൂർണനാകാൻ കഴിയുമോ? ആത്മപൂർണനായി ഉറ്റുനോക്കിയപ്പോൾ കണ്ടു ദൈവപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. ദൈവദൂതന്മാരുടെ ദർശനം കണ്ടു. കല്ലുകളായിരിക്കാം നിന്റെ നേരെ വരുന്നത്. അന്നേരം ആത്മപൂർണനായി തീരാൻ കഴിയുമോ? ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ആത്മപൂർണനായി തീർന്നു. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല, സമയത്തിന് ചുരുക്കം നമുക്ക്. ഹല്ലേലൂയ. ഒരു ദേശാധിപതിയെ കർത്താവിലേക്ക് തിരിക്കാൻ വളരെ ആത്മഭാരത്തോടെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശാധിപതിയുടെ കൂടെ ബർ യേശു എന്നൊരു യഹൂദനാണ്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്, സ്തുതിക്കുന്നവനാണ്. ബർ യേശു അല്ലെങ്കിൽ ഏലിമാസ് ഈ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ഈ അപ്പോസ്തലന്റെ ദൈവവചനം നന്നായിട്ട് വിതയ്ക്കപ്പെടാതിരിക്കാൻ ഇവനിരുന്ന് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസ് ആത്മപൂർണനായി എന്ന് പറയുന്നു. പൗലോസ് എന്ത് ചെയ്തു? ആത്മപൂർണനായി. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6-ാം വാക്യം മുതൽ വാക്യം കാണാൻ 9-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസ് ആത്മപൂർണനായി അവനെ ഉറ്റുനോക്കിയിട്ട് ഒരു പ്രോഫറ്റിക് വേർഡ് പറയുകയാണ്. പിശാചിന്റെ മകനെ, സകല നീതിക്കും എതിരായിട്ട് നിൽക്കുന്നവനെ, ദൈവത്തിന്റെ വഴിയെ അടച്ചു കളയുന്നവനെന്ന് അവനിലുള്ള ആത്മാവിനെ, പൗലോസിലുള്ള പൂർണ്ണമായ ദൈവത്തിന്റെ ആത്മാവ്, പൗലോസ് പൂർണ്ണമായി ദൈവാത്മാവിൽ നിറയപ്പെട്ട് അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അവിടെ തിരിച്ചറിഞ്ഞിട്ട് ആ ആത്മാവിനെ വിളിക്കുകയാണ്, പിശാചിന്റെ മകനെ, ദൈവത്തിന്റെ വഴി അടച്ചു കളയുന്നവനെ, സർവ ദൈവിക നന്മയ്ക്കും എതിരായിട്ട് നിൽക്കുന്നവനെ, നിന്റെ കാഴ്ചപ്പാടിൽ നീ പലതിനെ കെട്ടുന്നുണ്ട്. എന്നാൽ നിന്റെ കാഴ്ചപ്പാടിനെ അടയ്ക്കാൻ നീ ഇപ്പോൾ അന്ധനായി തീരുന്ന ഒരു ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ഗോഡ്. എല്ലാവരും ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഓ രാമാനാദരബ ശാഖാനാദരബ റേഖേരിയാമാനരഗതേരിയബ ഹല്ലേലൂയ 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 രാമാനാദരബ. ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ വേണ്ടി ഹൃദയം ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവസഭയെ ഒന്ന് ഉണരുവാനിടയാകട്ടെ. ഇതൊരു ഹൗസ് ഓഫ് മിറക്കിൾ ആണ്. ഇത് ഹൗസ് ഓഫ് വർഷിപ്പ് ആണ്. എന്നാൽ ഇതിനെതിരായി പോരാടുന്ന സാത്താന്യ ശക്തികളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്.
ഓ റഖനദരബ ഹല്ലേലൂയ. നമുക്കുള്ള വാഗ്ദത്തങ്ങൾ ഏതെങ്കിലും ഒരു ഒഴുക്കിൽ കടന്നു വരുമെന്ന് ചിന്തിച്ചിരിക്കരുത്. യുദ്ധം ചെയ്യാനാണ് ദൈവസഭയെ വിളിച്ചിട്ടുള്ളത്. വ്യക്തിപരമായി വാഗ്ദത്തമുള്ള പലരും ഇതിന്റെ മധ്യത്തിലുണ്ട്. നിങ്ങൾക്കുള്ള അനുഗ്രഹം, ദൈവിക നന്മകൾ, ദൈവ പ്രവർത്തികൾ, ദൈവിക ശുശ്രൂഷയിലുള്ള വിടുതൽ എന്നെങ്കിലും ഒഴുകി വരുമെന്ന് വിചാരിച്ചിരിക്കരുത്. അതിനെതിരായിട്ട് പോരാടുന്ന ശക്തികളുണ്ടെന്ന് തിരിച്ചറിയുവാനിടയാകണം. ഓ രാമാനാഥരവ. എല്ലാവരും ഒന്ന് ആത്മപൂർണനായി തീരാനൊന്ന് പ്രാർത്ഥിച്ചേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ, ഐ വാണ്ട് ടു ബി സ്പിരിറ്റ് ഫിൽഡ്. നമ്മൾ പറയും, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ഒരു അല്പം പോലും തരിയില്ലാത്തതുപോലെ ദൈവാത്മാവ് മൊത്തമായി നിറയപ്പെട്ട, നിങ്ങളുടെ ശരീരത്തിൽ മൊത്തമായി നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നു, 1:14, ഹല്ലേലൂയ, അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. അവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അന്യഭാഷ അഭിഷേകം പ്രാപിച്ച എല്ലാ അന്യഭാഷയിലൊന്ന് കർത്താവിനെ ആരാധിച്ചേ. ആത്മനിറവിലൊന്ന് കർത്താവിനെ ആരാധിച്ചേ. എല്ലാ ആഴ്ചയിലും കടന്നു വന്ന പോലെ വന്നിട്ട് അല്പസമയം ആരാധിച്ചിട്ട് പോകുന്ന പോലെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് മാത്രമേ കടന്നു പോകാവൂ. പൂർണ്ണതയിൽ എത്തിയിട്ട് കടന്നു പോകാവൂ. ശാരീരിക രോഗങ്ങളിൽ നിന്ന് അഴിയണം. ഇതിന് മധ്യത്തിൽ ഹീലിംഗ് ഉണ്ട്. ഓ ഹൗസ് ഓഫ് മിറക്കിളിൽ, മിറക്കുലസ് ലൈഫ് വർഷിപ്പ് സെന്ററിൽ വിടുതലുണ്ട്. ഓ ഹല്ലേലൂയ. ഗിലെയാദിലെ വൈദ്യൻ ഇവിടെ ഉണ്ട്. അന്യഭാഷ സംസാരിക്കാം. ഓ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഞാൻ വ്യക്തിപരമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ശരീരത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും, ഒരു ഹീലിംഗ് നടക്കും ഞാൻ വിശ്വസിക്കുന്നു. രാമാനാദരബ സംഭ്രമാരിയാറഗസ്കോരിയാവ ഹസ്തുനാദരബ റഖനാദരബ. ആത്മീയ വർധന വരുത്തട്ടെ. പരിശുദ്ധാത്മാവിൽ ഗ്രോ ചെയ്യട്ടെ. ഓ രാമാനാദരബ ഷേക്കേരിയാവ സംഭ്രമാരഗത്തോരിയാവ റഖനാദരബ ഷേക്കേരിയാവ ഹസ്തുനാദരബ സംഭ്രമാരഗത്തോരിയാവ. നിന്റെ അധികാരങ്ങൾ തകരട്ടെ. Freedom in the Holy Spirit. നീ ആത്മപൂർണനായി തീർന്നാൽ നിന്നിൽ കൂടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വേലയെ കണ്ടുകൊണ്ട് സാത്താൻ അതിനെ തടസ്സപ്പെടുത്തുവാൻ, നിരാശനാക്കുവാൻ, നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒതുക്കി നിൽക്കുന്ന മേഖലകളെ തകർക്കണമെങ്കിൽ ഇന്ന് ആത്മപൂർണനായി തീരുക. ആത്മപൂർണനായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മപൂർണനായി പോയാൽ മതി അതുപോലെ ആരും അറിയാതെ ഭാരങ്ങളെ താഴ്ച കൂടി കടന്നു പോകുന്നുണ്ട്. ദൈവാത്മാവിനെ തിരിച്ചറിയും. ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അല്പം പോലും ഭാഗം പിശാചിന് നിരാശപ്പെടുവാൻ ഇടം കൊടുക്കാതെ അവിടെ മൊത്തം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാനിടയാണ്. കർത്താവിന് മേൽക്ക് വേണ്ടി ഒത്തിരി ചെയ്യണമെന്നുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പ്ലാനുകളുണ്ട്.
പല സമയങ്ങളിലും അതൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോ നിരാശപ്പെട്ട് ഭാരപ്പെടാറുണ്ട്. നീ ആത്മപൂർണനായി തീരണം. ആത്മാവിന് പകുതി സ്വാതന്ത്ര്യം കൊടുത്താൽ പോരാ. ആത്മാവിനെ മറന്നു പോകുന്ന തലം ഒരിക്കലും വേണ്ട. പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. ഓ രാമാനാദാരബ ശംബ്രമ റഗത്തോരിയാബ റാഖാനാദാരബ സംബ്രമാനിയ റഗത്തോരിയാബ. എന്നോട് ചേർന്ന് എല്ലാവരും അന്യഭാഷയിലൊന്ന് സംസാരിച്ച് സൂപ്പർ നാച്ചുറലിലേക്ക് ദൈവം നിങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ഓ റാബാരബ ശംബ്രമാനിയ പരിശുദ്ധാത്മാവ്, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ നിഴലിടുകയാണ്. മറിയേ, ഇതെങ്ങനെ സംഭവിക്കും? ഇതിനുള്ള സാഹചര്യം ഇല്ലല്ലോ എന്ന് ഹല്ലേലൂയ നീ ചോദിക്കുന്നുണ്ടാകാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഓ ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്റെ മേൽ നിഴലിടും. ദൈവാത്മാവ് നിന്റെ മേൽ നിഴലിടും. എങ്ങനെ വഴികൾ തുറക്കും എനിക്കറിയത്തില്ല. എന്റെ തലമുറകളുടെ ഭാവി എങ്ങനെയായി തീരും എനിക്കറിയത്തില്ല. മുമ്പിൽ ഒരു വാതിലും എനിക്കില്ല. ഞാൻ എന്തോ ചെയ്യും? ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തിന്റെ ദാസിയെ, നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ആത്മാവിലൊരു യേശു നീ അറിയാതെ നിന്റെ കൂടെ ആരെങ്കിലും കൂടി സഞ്ചരിക്കുന്നുണ്ട്. പലപ്പോഴും നീ നിരാശയുടെ ആഴങ്ങളിൽ ഭാരപ്പെട്ട് നിന്റെ ഹൃദയം പോലും തകർന്നുപോയി. അത് പ്രവർത്തനരഹിതമായി തീരുമെന്ന് ഉള്ള രീതിയിൽ നീ രോഗിയായി തീർന്ന സമയത്ത് ആരും അറിയാതെ നിനക്ക് തന്നെ നിന്റെ ആത്മാവിന് CPR തന്നിട്ട് നിന്നെ ജീവിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയ യേശുവിന്റെ സാന്നിധ്യത്തെ മറന്നു പോകരുത്. ആരെങ്കിലും ഒക്കെ നിന്റെ കൂടെ നിന്ന് നിന്നെ താങ്ങി നിർത്താമെന്ന് പറഞ്ഞല്ല നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആരെല്ലാം വിട്ടാലും നിന്നെ കൂടെ നിൽക്കും. മാത്രമല്ല, നിന്നെ നിന്ദിച്ചെടുത്ത് മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റാഖാനാദാരബ ശംബ്രമാരിയാറഗത്തോരിയാബ. ഹല്ലേലൂയ. സഹോദരങ്ങളുടെ ഇടയിൽ നീ ഒരു മാന്യത അനുഭവിക്കാതെ നിന്ദയ്ക്കും അപമാനത്തിനും കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ജോസഫിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. മകനെ ദാവീദേ, ഹല്ലേലൂയ, നിന്റെ മേൽ അഭിഷേകം വീണിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പലപ്പോഴും നീ ശൗലിന്റെ ആയുധം മാത്രം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ കാലഘട്ടവും കഴിഞ്ഞു. നീ ഇന്ന് വനാന്തരങ്ങൾ കൂടി ഓടുകയാണ്, മരുഭൂമിയിൽ കൂടി ഓടുകയാണ്. എന്നെ ദൈവപ്രവൃത്തി ഞാൻ കാണും, എന്നെ വാഗ്ദത്തത്തെ കാണും എന്ന് നീ നിലവിളിക്കുകയാണ്. മകളെ എസ്തേറേ, നീ അനാഥയാണിന്ന്. എങ്ങനെ നിന്നുള്ള വാഗ്ദത്തം നീ കാണുമെന്നുള്ളതിന് യാതൊരു സാഹചര്യമില്ല. ഹല്ലേലൂയ. നിനക്ക് പിതാവില്ല. ഓ, നിനക്ക് വഴി പറഞ്ഞുതരാൻ നിന്റെ മാതാവ് അടുത്തില്ല. ഹല്ലേലൂയ. എന്നാൽ മൊർദെഖായി, ഓ, യേശു നിന്റെ അടുത്തുണ്ട്. നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ. നിന്നോട് പറഞ്ഞ ദൂത് അത് മറ്റു പലരും മറന്നുപോയി. ഒരു പക്ഷെ നീയും മറന്നുപോയേക്കാം. എന്നാൽ മറക്കാത്തൊരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ചരിത്രങ്ങളെ മാറ്റുവാൻ, ചരിത്രങ്ങളെ തിരുത്തുവാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഹല്ലേലൂയ കർത്താവിന്റെ സ്ഥാനത്ത് നിനക്ക് വേണ്ടിയുണ്ട്. മകളെ, നിനക്കൊന്ന് ആത്മപൂർണ്ണയായി തീരാൻ കഴിയുമോ? നിനക്ക് ഹല്ലേലൂയ നിന്നെ ഒന്നിനും പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയല്ല ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നിൽ വരുന്നത്. ഇപ്പോൾ തന്നെ നിന്റെ സാഹചര്യങ്ങൾ നോക്കിയല്ല നിന്റെ വാഗ്ദത്തങ്ങൾ വരുന്നത്. നിന്റെ ശരീരത്തിലുള്ള രോഗങ്ങളെ നോക്കിയാണ് നീ നിന്റെ വാഗ്ദത്തങ്ങളുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത്. എന്നാൽ നിനക്കൊന്ന് ആത്മപൂർണ്ണയായി തീരാൻ കഴിയുമോ?
കർത്താവിൻ്റെ ആത്മാവുള്ളാത്ത സ്വാതന്ത്ര്യമുണ്ട്. ദൈവികതമല്ലാത്ത രോഗങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ദൈവികതമല്ലാത്ത കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. നിരാശകൾ അഴിഞ്ഞു മാറുകയാണ്. ഓ റാഭാനാദാരാബാശാംബ്രമാനിയ ദൈവാത്മാവിന്റെ തീ, ഓ ഹല്ലേലൂയ, സാത്താന്റെ കെട്ടുകളെ തകർക്കുന്ന അദൃശ്യമായ ആത്മീയ തീ ഇതിൽ ഹല്ലേലൂയ വ്യാപരിക്കുന്നു. ഫയർ ഓഫ് ദി ഹോളി ഗോസ്റ്റ്, ശക്തമായ ദൈവത്തിന്റെ തീയുടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം മാറുന്നു, വെളിച്ചമിവിടെ വീശുന്നു, ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖാനാദാരബ ശംബ്രമ റഗാനിയ റഗതോരിയ ബസഖന